അമ്മയിൽ കൂട്ടരാജ്യ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയെ പിരിച്ചുവിടാൻ ഒരുപക്ഷെ സാധ്യത എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. ബിനിൽ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ബിനിൽ, ഇന്ന് അമ്മയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗം ചേരുമെന്ന് നേരത്തെ അറിയിച്ചിരുന്നു. പക്ഷേ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ പല ആളുകൾക്കും, അതിനകത്തെ ആളുകൾക്ക് തന്നെ പലതരത്തിലുള്ള പൊട്ടിത്തെറിയിലേക്കൊക്കെ കാര്യങ്ങൾ പോകുമെന്നുണ്ടായിരുന്നു. ഓൺലൈനിൽ യോഗം ചേരുമെന്ന് പിന്നെ കേട്ടു. എന്താണ് സംഭവിക്കുന്നത് അമ്മയിൽ? ആര്യ, ഓൺലൈനായി പോലും ഒരു യോഗം ചേരാൻ കഴിയാത്ത അവസ്ഥയിലാണ് താരസംഘടനയായ അമ്മ ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത്. അത്രയും വലിയ പ്രതിസന്ധിയാണ് സംഘടനാ നേതൃത്വത്തിനുള്ളിൽ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. വലിയ ചേരിപ്പോരും അതോടൊപ്പം തന്നെ വലിയ അഭിപ്രായ ഭിന്നതകളും ഈ വിഷയത്തിൽ അവിടെ ഉണ്ടായിട്ടുണ്ട്. അതായത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടും പിന്നീട് പ്രധാനപ്പെട്ട താരങ്ങൾക്കടക്കമെതിരെ ഉയർന്നു വന്നിട്ടിരിക്കുന്ന ആരോപണങ്ങളും അമ്മയെ മൊത്തത്തിൽ പ്രതിസന്ധിയിലേക്ക് ആക്കിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇനി മുന്നോട്ട് പോകുക എങ്ങനെയെന്നതാണ് ഇപ്പോൾ അമ്മയ്ക്ക് മുന്നിലുള്ള ഏറ്റവും വലിയ ചോദ്യചിഹ്നം. അതുകൊണ്ട് തന്നെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അടക്കം പിരിച്ചുവിട്ടുകൊണ്ട് ഒരു നീക്കത്തിലേക്ക് പോകുന്ന ആലോചനയാണ് ഇപ്പോൾ താരസംഘടനയ്ക്കുള്ളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ തന്നെ വലിയ ഭിന്നത ഈ വിഷയത്തിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടും പിന്നീട് വന്നിട്ടുള്ള വെളിപ്പെടുത്തലുകളും ഒക്കെയുള്ള കാര്യങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ നേരത്തെ തന്നെ അക്കാര്യങ്ങളൊക്കെ തന്നെ റിപ്പോർട്ട് ചെയ്തതാണ്. പരസ്യമായി തന്നെ എക്സിക്യൂട്ടീവ് അംഗങ്ങളും പ്രധാനപ്പെട്ട ഭാരവാഹികളും തന്നെ അമ്മയിലുണ്ടായ വീഴ്ചകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സിദ്ദിഖ് രാജിവെക്കുന്നു, സിദ്ദിഖ് മാറി നിൽക്കുന്നു, അതിന് പകരം ബാബുരാജ് എത്തുമെന്ന് കേൾക്കുന്നു. അപ്പോൾ തൊട്ടടുത്ത ദിവസം ബാബുരാജിനെതിരെ ആരോപണം വരികയാണ്. അതുകൊണ്ട് ഇങ്ങനെ ഒരുപക്ഷെ ആ കമ്മിറ്റിയിലുള്ള എല്ലാവരും ആരോപണ വിധേയരുടെ സ്ഥലത്തേക്ക് വരുന്നത് കൊണ്ടായിരിക്കുമോ ഇങ്ങനെ കൂട്ടരാജിയും ഈ കമ്മിറ്റി പിരിച്ചുവിടാനുള്ള ഒരു തീരുമാനവും ബിനിൽ? ആര്യ, അതുതന്നെയാണ് ഇപ്പോൾ ഈ സംഘടന നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം. അതിന്റെ ഭാരവാഹികൾക്ക് തന്നെ അതിൽ ആ സ്ഥാനത്തിരുന്ന് മുന്നോട്ട് പോകാൻ കഴിയാത്തൊരവസ്ഥ. ഏതാനും നിമിഷങ്ങൾക്കകം ഒരു വാർത്താക്കുറിപ്പ് അമ്മയിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. അതിനുള്ള സാധ്യതകളാണ് ഒരുങ്ങിയിരിക്കുന്നത്. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്നത് സിദ്ദിഖ് രാജിവെച്ചു. സ്വാഭാവികമായും ജോയിന്റ് സെക്രട്ടറി എന്ന നിലയിൽ ബാബുരാജാണ് ആ ചുമതലയിലേക്ക്, താൽക്കാലിക ചുമതലയിലേക്ക് വരേണ്ടത്. അമ്മയുടെ ബൈലോ പ്രകാരം ഏതാണ്ട് 28 ദിവസം വരെ താൽക്കാലിക ചുമതല നൽകാമെന്നാണ് താരങ്ങൾ തന്നെ പറയുന്നത്. ആ 28 ദിവസത്തിന് ശേഷം ജനറൽ ബോഡി വിളിച്ച് പുതിയ ജനറൽ സെക്രട്ടറിയെ തെരഞ്ഞെടുക്കുകയോ മറ്റ് നടപടികളിലേക്ക് പോവുകയോ ചെയ്യാൻ കഴിയും. പക്ഷേ ഇപ്പോൾ അത്തരത്തിൽ ഒരു സാധ്യതയും ഇല്ലാത്ത വിധം ഇതിനുള്ളിലെ അഭിപ്രായ ഭിന്നതകൾ രൂക്ഷമായിരിക്കുകയാണ്.